Good morning, students. Today we are going to start our 12th lesson, the food we eat. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് 9th ലെസൺ എടുത്തായിരുന്നു. അപ്പം 9, 10, 11 നമുക്ക് എക്സാമിനില്ലാത്ത, അപ്പം 9th നിങ്ങൾ റീഡ് ചെയ്യുക, മനസ്സിലാക്കണം. പിന്നെ 10, 11 മിസ് ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് 12th ലെസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ദ ഫുഡ് വി ഈറ്റ്. സോ ഫസ്റ്റ് ഫില്ലപ്പ് കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് സെറ്റ് വിച്ച് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഡു യു ലൈക്ക് ടു ഈറ്റ് റൈറ്റ് ബിലോ. അതായത് കുറേ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒരു 6 ഈച്ച് വെച്ച് എഴുതണം, രണ്ടും കേട്ടോ. അതപ്പോൾ അത് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ലെസണിലോട്ട് പോകാം. ഇന്ത്യ ഹാസ് മെനി ലാൻഡ് ഫോംസ് സച്ച് ആസ് മൗണ്ടൻസ്, പ്ലെയിൻസ്, പ്ലേറ്റോസ് ആൻഡ് ഡെസേർട്സ്. നമ്മൾ ചാപ്റ്റർ 5 നമ്മൾ കുറേ ലാൻഡ് ഫോംസ് ഒക്കെ പഠിച്ചായിരുന്നു. മൗണ്ടൻസ് എന്താണ്, പ്ലെയിൻസ്, പ്ലേറ്റോസ്, ഡെസേർട്സ് ഒക്കെ. സം പ്ലേസസ് ഗെറ്റ് സ്നോഫോൾ ആൻഡ് ദെയർ ഫോർ കോൾഡ് വൈൽ സം ഹാവ് എ ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ്. ചില പ്ലേസസ് നമുക്കറിയാം അവിടെ സ്നോഫോളും എന്താണ് ഭയങ്കര കോൾഡ് ക്ലൈമറ്റൊക്കെ ആയിരിക്കും. എന്നാൽ ചില പ്ലേസസ് എന്ന് പറഞ്ഞാൽ വളരെ ഹോട്ടും വെറ്റ് ക്ലൈമറ്റൊക്കെയാണ്. ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഡിറ്റർമിൻസ് ദ ക്രോപ്സ് ദാറ്റ് ഗ്രോ ഹിയർ. അതായത് ഏത് ക്രോപ്പ് അവിടെ ഗ്രോ ചെയ്യണമെന്ന് അവിടുത്തെ ക്ലൈമറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഫാമേഴ്സ് ഇൻ ഇന്ത്യ ഗ്രോ എ വെറൈറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസ്, പൾസസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഇപ്പം ഇന്ത്യയിലെ ഫാമേഴ്സ് പലതരത്തിലുള്ള ഫുഡ് ഗ്രെയിൻസും പൾസസും വെജിറ്റബിൾസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഫുഡ് ഗ്രെയിൻസ് പഠിക്കാം. We eat many types of food grains such as rice, wheat, maize, jowar, ragi and bajra. നമുക്കിപ്പോൾ ഇവിടെ ഫെമിലിയർ ആയിട്ടുള്ളത് റൈസും വീറ്റും ഒക്കെ, മെയ്സും ഒക്കെ. ജോവർ, റാഗി ഉണ്ട്, പഞ്ഞിപ്പുല്ലെന്ന് പറയുന്നത്. ബജ്രയൊക്കെ നോർത്ത് സൈഡിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഓരോ സ്റ്റേറ്റ്സിൽ. ദേ ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ഹെൽത്തി സോഴ്സ് ഓഫ് ഫുഡ് ഫോർ അസ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഹെൽത്തി സോഴ്സാണ് ഏത്, ഈ ഫുഡ് ഗ്രെയിൻസ്. പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ കൺട്രി ഈറ്റ് ഡിഫറെൻറ്റ് ഫുഡ് ഗ്രെയിൻസ്. അതായത് നമ്മുടെ കൺട്രിയിലെ പല ഭാഗത്തുള്ളവർ ഇതിനകത്തിലുള്ള ഡിഫറെൻറ്റ് ഫുഡ് ഗ്രെയിൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ നോർത്തേൺ സ്റ്റേറ്റ്സ് പീപ്പിൾ ജനറലി ഈറ്റ് വീറ്റ്. അതായത് നമുക്കറിയാം അവർ ചപ്പാത്തിയൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ നോർത്തിൽ വീറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇൻ വെസ്റ്റേൺ ഇന്ത്യ പീപ്പിൾ ഈറ്റ് മോർ ജോവർ ആൻഡ് ബജ്ര. ഇനി വെസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കിന് ജോവർ, ബജ്രയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ കുറേ സീഡ്സിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈസ്, റാഗി, മെയ്സ്, വീറ്റ്, ബജ്ര, ജോവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇൻ ഈസ്റ്റ് ആൻഡ് ദ സൗത്ത്. ഇനി ഈസ്റ്റിലും സൗത്തിലും, നമ്മൾ സൗത്തിൽ വരുന്നത് കൂടുതൽ നമ്മൾ എന്താണ്, റൈസാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഫുഡ് ഗ്രെയിൻസ്. നെക്സ്റ്റ് ഈസ് പൾസസ്. വി ഈറ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പൾസസ്. പയറുവർഗ്ഗങ്ങൾ. ദേ ആർ ഓഫ് വെരി ഗുഡ് ഫോർ അവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് ഏത്, പൾസസ്. ആൻഡ് ലേൺ ദ നെയിംസ് ഓഫ് സം പൾസസ്. കുറേ പൾസസിൻ്റെ കൊടുത്തിട്ടുണ്ട് പിക്ചർ. ചിക്ക് പീ, കിഡ്നി ബീൻ, ഉറുദ്, സോയാബീൻ, ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, അതായത് ചെറുപയർ, പിന്നെ ഉഴുന്നുണ്ട്, പിന്നെ സോയാബീനുണ്ട്, കിഡ്നി ബീനുണ്ട്, പിന്നെ നമുക്കറിയാം തുവർ ഡാൽ പോലൊക്കെ ഇല്ലേ, സാമ്പാർ പരിപ്പൊക്കെ, ഇതൊക്കെ എന്താണ്, പൾസസിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പിക്ചറും നെയിംസും കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് പൾസസ്. നെക്സ്റ്റ് ഈസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. വി ഗെറ്റ് ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പല സീസൺസിൽ നമുക്ക് പല ഫ്രൂട്ട്സൊക്കെ കിട്ടും. വെജിറ്റബിൾസ് സച്ച് ആസ് ഗ്രീൻ ബീൻസ് ആൻഡ് പംകിൻ ആർ അവൈലബിൾ ഇൻ സമ്മർ. സമ്മറിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിളാണ് ഗ്രീൻ ബീൻ ആൻഡ് പംകിൻ. ഇനി ക്യാബേജ് ആൻഡ് പീസ് ആർ അവൈലബിൾ ഇൻ വിൻ്റർ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാബേജും പീസും ഒക്കെയാണ്. ആൻഡ് സിമിലർലി ഫ്രൂട്ട്സ് സച്ച് ആസ് മാംഗോസ്, ചെറീസ് ആൻഡ് വാട്ടർമെലൺസ് അവൈലബിൾ ഇൻ സമ്മറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, മാംഗോസ്, ചെറീസ് ആൻഡ് വാട്ടർമെലൺ. വൈൽ ഗ്രേപ്സ് ആൻഡ് ഓറഞ്ചസ് ആർ അവൈലബിൾ ഇൻ വിൻ്റർ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് ഗ്രേപ്സും ഓറഞ്ചും. ദീസ് ഡേയ്സ് ഹൗവർ മെനി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ അവൈലബിൾ ത്രൂ ഔട്ട്. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും ഓരോ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ റിമെമ്പർ എന്നൊരു കോളം ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. People who eat egg, fish and meat besides vegetables are called non-vegetarians. നമുക്കറിയാം വെജിറ്റബിൾ കൂടാതെ എഗ്ഗും ഫിഷും മീറ്റും ഒക്കെ കഴിക്കുന്നവരെ നമുക്ക് എന്ത് വിളിക്കാം, നോൺ വെജിറ്റേറിയൻസ് എന്ന് പറയാം. പീപ്പിൾ ഹൂ ഡു നോട്ട് ഈറ്റ് മീറ്റ് പ്രൊഡക്ട്സ്. ഇനി മീറ്റ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാത്തവരുണ്ട്, അവരെ വെജിറ്റേറിയൻസ് എന്ന് പറയാം അല്ലേ. ദേ ഈറ്റ് ഓൺലി ഫുഡ് ഗ്രെയിൻസ്, പൾസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. അപ്പോൾ വെജിറ്റേറിയൻസ് മീറ്റ്, ഫിഷ്, എഗ്ഗ് ഒന്നും കഴിക്കത്തില്ല. അവർ ഓൺലി വെജിറ്റബിൾസ്, പൾസസ്, ഫ്രൂട്ട്സ്, ഫുഡ് ഗ്രെയിൻസ് ഒക്കെ യൂസ് ചെയ്യത്തുള്ളൂ. ഇനിയും ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ഒക്കെ പിക്ചർ നോക്കിക്കാൻ നിങ്ങൾ അതിനകത്ത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, അല്ലാത്തതുകൊണ്ട് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിൻ്റെ പേര്. ഓക്കെ, നെക്സ്റ്റ് ചെക്ക് പോയിൻ്റ്. അത് താഴെ ട്രൂ ഓർ ഫോൾസ് എഴുതാനുള്ള അതങ്ങ് എഴുതി പോണേ. മിസ് അതിൻ്റെ ആൻസർ പറയാം. ജോവർ ഈസ് എ ഫുഡ് ഗ്രെയിൻ. നമ്മൾ ഫുഡ് ഗ്രെയിൻ പഠിച്ചപ്പോൾ ജോവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് എ ട്രൂ.
പീപ്പിൾ ഇൻ സൗത്ത് ഇന്ത്യ മോസ്റ്റ്ലി ഈറ്റ് റൈസ്. സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ കൂടുതലായിട്ടും കഴിക്കുന്ന എന്താണ്? റൈസാണ്. ട്രൂ. ഗ്രീൻ ഗ്രാം ഈസ് എ ഫ്രൂട്ട്. ഗ്രീൻ ഗ്രാം ഫ്രൂട്ടാണോ? അല്ല, അതൊരു വെജിറ്റബിൾ ആണ്. സോ ഫോൾസ്. പംകിൻ ഈസ് എ സമ്മർ വെജിറ്റബിൾ. സമ്മറിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് പംകിൻ. സോ ട്രൂ. നെക്സ്റ്റ് ഈസ് ചെറി ഈസ് എ വിൻ്റർ ഫ്രൂട്ട്. ചെറി എന്ന് പറയുന്നത് വിൻ്ററിൽ കിട്ടുന്നതാണോ? അല്ല, സമ്മറിലെയാണ്. സോ ദാറ്റ് ഈസ് എ ഫോൾസ്. നെക്സ്റ്റ് oil seeds and spices. Oil seeds, spices. Many kind of oil and spices are used in Indian cooking. നമ്മൾ ഇന്ത്യയിൽ കുറേ സ്പൈസസും ഒരുപാട് തരത്തിലുള്ള ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. വി ഗെറ്റ് ഓയിൽ ഫ്രം ദ സീഡ്സ് ഓഫ് മസ്റ്റാർഡ്, കോക്കനട്ട്, ലിൻസീഡ് ആൻഡ് ഗ്രൗണ്ട് നട്ട്. അതായത് മസ്റ്റാർഡിൽ നിന്ന് കിട്ടും കടുകെണ്ണ, കോക്കനട്ട്, ലിൻസീഡ്, ഗ്രൗണ്ട് നട്ട്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഓയിൽ കിട്ടുന്നുണ്ട്. അപ്പം ഓയിൽ കിട്ടുന്ന സീഡ്സ് ഏതൊക്കെയാണ്? മസ്റ്റാർഡ്, കോക്കനട്ട്, ലിൻസീഡ് ആൻഡ് ഗ്രൗണ്ട് നട്ട്. മെനി കൈൻഡ്സ് ഓഫ് സ്പൈസസ് ആർ ഗ്രോൺ ആൻഡ് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഒരുപാട് തരത്തിലുള്ള സ്പൈസസ് ഇവിടെ വളർത്തുന്നുണ്ട്. സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും എന്ന് പറയാം, നമ്മുടെ ഫുഡിന് വളരെ ടേസ്റ്റിയും കളർഫുള്ളൊക്കെ കൊടുക്കാനാണ് നമ്മൾ ഈ സ്പൈസസ് ചേർക്കുന്നത്. ലേൺ ദ നെയിം ഓഫ് സ്പൈസസ് ഗിവൺ എബവ് ആൻഡ് ആസ്ക് യുവർ പേരൻറ്റ്സ് ടു ഷോ ദം. അത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് തന്നെയാണ് അവിടെ പിക്ചർ കൊടുത്തിട്ടുള്ള സ്പൈസസ്. ക്യുമിൻ സീഡ്, ജീരകം, സിന്നമൺ, കറുവപ്പട്ട, ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, ചെറുമറിക്ക്, മഞ്ഞൾ, റെഡ് ചില്ലി, മുളക് പൊടി, കാടമം, ഏലയ്ക്ക, ക്ലോവ്സ്, ഗ്രാമ്പൂ, ബേലീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സ്പൈസിൽ വരുന്ന ഒരു തരത്തിലുള്ള ഇലയാണ്. ഉണക്കിയൊരു ഇല നമുക്ക് ആ സ്പൈസി കാണും. അപ്പോൾ ഇതൊക്കെയാണ് സ്പൈസസ്. ഇനിയും ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ളൊരു സ്പൈസാണ് ഫാക്ട് വൈസിൽ കൊടുത്തിട്ടുണ്ട്. സാഫ്രൺ, കുങ്കുമപ്പൂവ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സ്പൈസ് ഇൻ ദ വേൾഡ്. നമ്മുടെ വേൾഡിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള സ്പൈസാണ് സാഫ്രൺ. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ നിന്ന് കിട്ടുന്ന ഫ്ലവറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഗ്രോൺ. നമ്മുടെ ഇന്ത്യയിൽ ഇത് വളർത്തുന്ന എവിടെയെന്നറിയോ? ജമ്മു ആൻഡ് കാശ്മീരിലാണ് സാഫ്രൺ. So that is about oil seeds and spices. Next is sweet dishes. കുറേ സ്വീറ്റ് ഡിഷസ് ഉണ്ട്. ഇന്ത്യ ഈസ് ഫേമസ് ഫോർ സ്വീറ്റ്സ്. മെനി കൈൻഡ് ഓഫ് സ്വീറ്റ്സ് ആർ മെയ്ഡ് ഹിയർ. രസഗുള, പായസം, ശ്രീഖണ്ഡ്, ഫിർണി, കോട്ട്പിത്ത, ഗാജർ കാ ഹൽവ, കാജു കാട്ട്ലി, ഇതെല്ലാം നോർത്തിലൊക്കെ ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്ന സ്വീറ്റ്സാണ്. നമുക്ക് പായസമൊക്കെയാണ് നമുക്ക് ഫേമസ് ആയിട്ടുള്ള. ഗാജർ കാ ഹൽവ എന്ന് പറഞ്ഞാൽ ഈ ക്യാരറ്റിൻ്റെ ഹൽവയാണ്. ഇതൊക്കെയാണ് സ്വീറ്റ് ആയിട്ടുള്ള ഡിഷസ്. ഏതൊക്കെയാണ്? രസഗുള, പായസം, ശ്രീഖണ്ഡ്, ഫിർണി, കോട്ട്പിത്ത, ഗാജർ കാ ഹൽവ, കാജു കാട്ട്ലി. എവറി സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ സ്വീറ്റ്സ്. നമ്മൾ ഓരോ സ്റ്റേറ്റ്സൊക്കെ പഠിച്ചു വരുമായിരുന്നു. അതിലൊക്കെ ഓരോ സ്റ്റേറ്റ്സിലും സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ട് അവർക്ക്. ദർ ആർ സം സ്വീറ്റ്സ് വിച്ച് ആർ മെയ്ഡ് ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് ലൈക്ക് ഫെസ്റ്റിവൽസ് ആൻഡ് വെഡ്ഡിങ്സ്. അതായത് ചില ഫെസ്റ്റിവൽ ടൈമിൽ മാത്രം അല്ലെങ്കിൽ വെഡ്ഡിങ് ടൈമിലൊക്കെ ഒക്കേഷൻസിലായിട്ട് ഉണ്ടാക്കുന്ന സ്വീറ്റ്സും ഉണ്ട്. ഇതാണ് സ്വീറ്റ് ഡിഷസ്. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് സ്റ്റഫ്. ഇനി ഈ ഫുഡൊക്കെ ഓരോരുത്തർത്ത് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് പല സ്റ്റേറ്റ്സിൽ അവൈലബിൾ ആണ്. ഓൾ ക്രോപ്സ് ആർ നോട്ട് ഗ്രോൺ ഇൻ എവരി സ്റ്റേറ്റ്സ്. എല്ലാ ക്രോപ്സും ഒന്നും എല്ലായിടത്തും ഗ്രോ ചെയ്യുന്നില്ല. ഇപ്പം നമുക്കിവിടെ ഗോതമ്പ് കിട്ടുന്നുണ്ടല്ലേ, പക്ഷേ അത് നമ്മുടെ ഇവിടെ ഗ്രോ ചെയ്യുന്നില്ല. നോർത്തിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. സോ ഹൗ ഡു ദേ റീച്ച് എ പ്ലേസ് വെയർ ദേ ആർ ഗ്രോൺ? അതായത് വളർത്തുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് നമ്മുടെ സ്ഥലത്ത് എത്തുന്നത്, വേറൊരു സ്ഥലത്ത് എത്തുന്നത്. എ ഗുഡ് സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മേക്ക് ദിസ് പോസിബിൾ. അതായത് ഇന്ത്യക്ക് നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമുണ്ട്. അങ്ങനെ നമുക്ക് ട്രക്സും ട്രെയിൻസും എയറോപ്ലെയിൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ദർ ആർ മെനി പീപ്പിൾ ഹു ഡു നോട്ട് ഗെറ്റ് ഇനഫ് ടു ഈറ്റ്. നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ആവശ്യത്തിനൊക്കെ കഴിക്കാൻ കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. സോ യു മസ്റ്റ് നെവർ വേസ്റ്റ് ഫുഡ്. അതുകൊണ്ട് നമ്മൾ ഈ ഫുഡൊന്നും ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. റീഡ് ദ കോമിക് സ്ട്രിപ്പ് ഓൺ ദ നെക്സ്റ്റ് പേജ് ആൻഡ് ദെൻ ടേക്ക് ദിസ് പ്ലെഡ്ജ്. അതായത് അടുത്ത പേജ് നിങ്ങൾ വായിക്കുക. ഒരു കോമിക് സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു കാർട്ടൂൺ പോലെ. മിസ് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പം അതിനകത്തിൽ ഒരു ഇത് കണ്ടോ, ഒരു പോസ്റ്റർ പോലെ, ഐ വിൽ നോട്ട് വേസ്റ്റ് ഫുഡ്. നിങ്ങൾക്ക് കഴിക്കാൻ തരുന്ന ഫുഡ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഫുഡ് സ്റ്റഫിനെ പറ്റി. അതുകൊണ്ട് നിങ്ങൾ ഇത് റീഡ് ചെയ്യുക നന്നായിട്ട് 2-3 ടൈംസ്. ഓക്കെ, താങ്ക് യു.